ഇന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളെന്തേ ലോങ് വീഡിയോ ഇടാത്തത്, നിങ്ങളെപ്പോഴും ഷോർട്സ് ആണല്ലോ ഇടുന്നതെന്നുള്ള പരാതി അങ്ങോട്ട് തീർക്കുക കേട്ടോ. ഇന്ന് നമ്മളുടെ അനിയത്തിക്കുട്ടിയുടെ വളകാപ്പാണ്. കൂട്ടത്തിൽ ആളുടെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് വരുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ, നമ്മുടെ വീട്ടിൽ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടെ ആദ്യമേ കയറി സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും എൻ്റെ നാത്തനും കൂടെ ഡാൻസൊക്കെ കളിക്കുകയാണ്. അത് രസം. വണ്ടിയിൽ നിങ്ങൾ ആദ്യമേ ആരെയും കണ്ടില്ലെങ്കിലും കണ്ടില്ലേ, ഒരു പടയുണ്ടായിരുന്നു എല്ലാവരും കൂടെ. അപ്പം ഞാൻ പണിയെടുക്കുവാണ്, എല്ലാവരെയും കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ 7 കൂട്ടം പലഹാരങ്ങൾ കൊണ്ടുപോകണമല്ലോ, അതൊക്കെ നമ്മൾ ചുമന്നുകൊണ്ട് പോവുക കേട്ടോ. വല്ലപ്പോഴും ഒക്കെയാണ് ഞാൻ പണിയെടുക്കാറുള്ളത്, അതിങ്ങനെയൊക്കെ ആയിക്കോളും. എൻ്റെ അമ്മ പറയുന്നത് പോലെ വല്ലപ്പോഴൊക്കെ പിത്ത ഇളവണം, അങ്ങനെ പറയൂ കേട്ടോ എൻ്റെ അമ്മ. എന്നാൽ മാത്രമേ ആരോഗ്യമായിട്ടിരിക്കുകയുള്ളൂ എന്ന് പറയും. അപ്പം നമ്മളെല്ലാവരും കൂടി ഈ സാധനങ്ങളൊക്കെ ചുമന്ന് വലിച്ച് പെണ്ണിൻ്റെ, അതായത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൊണ്ടുപോവാണല്ലോ, അപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ കുടുംബത്തിലൊരു ചടങ്ങ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുകൂടുന്നത്. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഈ കുട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. ആളുടെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാനല്ല, ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ആൾ പഠിക്കുവാണ്. ആൾ വേറെ എന്തോ ഒരു ചടങ്ങ് ചെയ്യണം, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, ആൾ ചെയ്യുവാണ്. അപ്പോൾ വളകാപ്പിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ആൾ തന്നെ നേരത്തെ വന്നിട്ട് വളകാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുട്ടി, നമ്മൾ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു വന്ന എൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയായിട്ടോ. പൊന്നു എന്ന് വിളിക്കും നമ്മൾ, അപർണ ശരിക്കും പേര്. അപ്പോൾ നമുക്ക് വളകാപ്പ് സ്റ്റാർട്ട് ചെയ്താലോ? ആരൊക്കെയാണ് വളകാപ്പിൽ വളയിടുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടാം. ഇത് ഹസ്ബൻഡാണ് കുട്ടിയുടെ, ചന്തു എന്നാണ് പേര്, നമ്മൾ ചന്തു എന്നാണ് വിളിക്കുന്നത്. അപ്പം ചന്തു ആണ് ആദ്യം കുട്ടിക്ക് വളയിട്ട് കൊടുക്കുന്നതും മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കുന്നതും. വളകാപ്പ് ചടങ്ങ് നമ്മൾ നേരത്തെ ആദ്യമേ നമ്മൾ വേണമെന്ന് പ്ലാൻ ചെയ്തു. അതിനുശേഷം ഓരോരുത്തരുടെ ടൈം, അതുപോലെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ ഭയങ്കര ലളിതമായിട്ടാട്ടോ നടത്തുന്നത്. നമ്മൾ ആദ്യമേ നല്ല രീതിയിൽ നടത്തണം, നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഓരോരുത്തരുടെ ടൈം, അതുപോലെ അവരുടെയൊക്കെ വരാനുള്ള ബുദ്ധിമുട്ട്, കാരണം ഓണത്തിൻ്റെ ഒരു ടൈം കഴിഞ്ഞ സമയമാണല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ ഊഴം കാത്തിരിക്കുകയാണ്. ഇതാണ് പൊന്നൂൻ്റെ പോരാളി, പൊന്നൂൻ്റെ സ്വന്തം അമ്മയാണ്. അതായത് എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ അനിയത്തിയാട്ടോ. നമ്മളുടെ ജനറേഷനിൽ രണ്ടാമത്തെ കുട്ടിയായിട്ടോ ഉണ്ടാകാൻ പോകുന്നത്. മൂത്ത കുട്ടി എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞായിരുന്നു. ആ സമയത്ത് കോവിഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വളകാപ്പൊന്നും നടത്താൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിത് മാക്സിമം എൻജോയ് ചെയ്ത് നടത്തുക കേട്ടോ. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം കുറേ നാൾക്ക് ശേഷമുള്ളൊരു ഒത്തുകൂടലും കൂടെയാണ്. പിന്നെ പൊന്നൂൻ്റെ വാവയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങുമാണ്. ഇത് പൊന്നൂൻ്റെ അച്ഛനാണ് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര ഗൗരവമാണെന്നൊക്കെ തോന്നുമെങ്കിലും ആൾ ഭയങ്കര പാവം കേട്ടോ. നമ്മൾ വിചാരിക്കും ഭയങ്കര ക്രൂരനാണെന്നൊക്കെ, ചുമ്മാ ഇതൊക്കെ അഭിനയമാണെന്ന്, ഈ ക്യാമറയുടെ മുമ്പിലുള്ള അഭിനയം. നമ്മൾ ആമിയുടെ ബർത്ത്ഡേ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവരുടെ വളകാപ്പിന് എല്ലാവരും കൂടെ ഇനിയും കാണാമെന്നുള്ളത്. അപ്പം അതെന്തായാലും സാധിച്ചു കേട്ടോ. ഇതെൻ്റെ അച്ഛനാണ്. അച്ഛൻ അവിടെ കലവറയിൽ കാര്യങ്ങളൊക്കെ ഓടിച്ചാടി നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി കൂട്ടിക്കൊണ്ട് വന്നേ കേട്ടോ. അച്ഛൻ ഇങ്ങനെ എവിടെയെങ്കിലും പോയപ്പോൾ ഓൾ ഇൻ ഓളാണ്, എല്ലായിടവും കറങ്ങി നടന്നോളും. പിന്നെ ഇത് എൻ്റെ പോരാളിയാണ്, എൻ്റെ അമ്മയാണ്. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ കോമഡി പീസാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഭയങ്കര കോമഡിയാണ്. അതേ പൊന്നിനോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇത് അമ്മയുടെ അനിയത്തിയാണ്. അമ്മയ്ക്ക് 2 അനിയത്തിമാരാണ്, അതിലെ മൂത്ത അനിയത്തിയാണിത്. രണ്ടാമത്തെ അനിയത്തിയുടെ മോളാണ് പൊന്നു. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് എൻ്റെ ചേട്ടൻ, ഇതെൻ്റെ ബ്ലഡാണ്, ഇതെൻ്റെ സ്വന്തം ചേട്ടനാണ്. നമ്മുടെ കുടുംബത്തിലെ ശുദ്ധൻ എന്നൊക്കെ പറയില്ലേ, ഭയങ്കര പാവം, അതാണ്. ഇതെൻ്റെ സ്വന്തം നാത്തൂനാണ്. ഇനി അടുത്ത വളകാപ്പിൻ്റെ നാത്തൂൻ്റെ സെക്കൻഡ് ബേബിക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ വരുന്നത് ഈ നാത്തൂൻ്റെ അമ്മയാണ്, നമ്മുടെ കുടുംബത്തിലെ അടുത്ത കോമഡി പീസ്. ഭയങ്കര സ്നേഹം കേട്ടോ നമ്മളോടൊക്കെ. ഇതാണ് നാത്തൂൻ്റെ അമ്മ, ഗീതമ്മ എന്നാട്ടോ നമ്മൾ വിളിക്കുക. പിന്നെ നമ്മുടെ വളകാപ്പിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം. നമ്മൾ പെട്ടെന്നായിരുന്നു, നമ്മൾ വളകാപ്പ് നടത്തണ്ട എന്നുള്ളൊരു 2 ഇതിലായിരുന്നു നമ്മൾ നിന്നത്. പിന്നെ എൻ്റെ ഊഴമാണ് കേട്ടോ. എനിക്ക് വളകാപ്പ് കാര്യങ്ങളൊക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വളകാപ്പിന് കൂടുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം, അറിയില്ല അത്. പിന്നെ വള മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഈ മിക്സ് ചെയ്ത് വള ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ മിക്സ് ചെയ്തിട്ടാണ് വളയിടുന്നത്. ഒരേ കളർ തന്നെ ഇടാണ്ട് പല പല കളറായിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ കിലുക്കി നടക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെ കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് വളയിട്ട് കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? വളകാപ്പ് വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് വളകാപ്പിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചോദിക്കുക, ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ മധുരം കൊടുക്കണം. എനിക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, തടിച്ചു. വണ്ണം വെച്ചു എന്നുള്ള കമൻറ്റ്സ് നിരോധിച്ചിരിക്കുന്നു, അത് വേറെ കാര്യം. തടിച്ചു എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടാണ് മധുരം കൊടുക്കുന്നത്. എന്ത് ചെയ്യാനാ, വണ്ണം വെച്ച് പോയില്ലേ. പിന്നെ നമ്മൾ അവരെ അനുഗ്രഹിച്ചു.
പിന്നെ എൻ്റെ ഊഴം കഴിഞ്ഞു, കുഞ്ഞേട്ടൻ്റെ ഊഴമാണ്. അത് പിന്നെ പറയണ്ടല്ലോ, അതെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളും. എന്താ പറയുക, അതൊക്കെ ചോദിച്ചറിഞ്ഞ് അവർ നിന്ന് കണ്ട് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തുകൊണ്ട് ആൾക്ക് ഇങ്ങനെ മനസ്സിലാവും അതാണ് ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത്. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി നടന്നുകൊണ്ട് ഞാൻ മറന്നുപോയി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് സംഭവിച്ചത്. ഇത് തെറ്റിദ്ധരിക്കേണ്ട, ഇത് ആമിയാണ്, നടുക്കിരിക്കുന്ന അവരുടെ മൂത്ത കുഞ്ഞല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ, ഞങ്ങളുടെ ജനറേഷനിലെ ഏറ്റവും ലാസ്റ്റ് ആരോമൽ ഉണ്ണി, നമ്മൾ ആരോമൽ ചേകവർ എന്നൊക്കെ വിളിക്കും. ആരോമൽ ഉണ്ണിയാണ് കേട്ടോ നമ്മുടെ ജനറേഷനിലെ ലാസ്റ്റ് വാവ. പിന്നെ ഇത് പെണ്ണിൻ്റെ അനിയത്തിയാണ്. അവളാണ് അവളുടെ എ ടു സെഡ് കാര്യങ്ങളും നോക്കി ഈ പറഞ്ഞ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ എല്ലാം മുന്നിൽ നിന്ന ആളാണ് കേട്ടോ. പിന്നെ നമ്മളുടെ അന്നമാണല്ലോ ഉന്നം, അതാണല്ലോ മെയിൻ. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. നമ്മുടെ കൊല്ലം തിരുവനന്തപുരം സൈഡിലെ സദ്യ കേട്ടോ. ഒന്നും പറയാനില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മളുടെ സദ്യ. നമ്മൾ ഈ തെക്ക് ഭാഗത്തേക്കുള്ള സദ്യ കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വേഗം കഴിച്ച് തീർക്കണം. നല്ല സ്പീഡിൽ ഫുഡ് കഴിക്കാൻ അറിയുന്നവർക്കേ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം കിട്ടിയ പരിപ്പും കൊണ്ട് കുറേ നേരം ഇരുന്നു, അതിനുശേഷം സാമ്പാർ പിന്നീടാട്ടോ വാങ്ങി. അപ്പോൾ നമ്മൾ കുട്ടീനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. നമ്മുടെ അനിയത്തിക്കുട്ടിയാണ്. ഒരു നല്ല ആരോഗ്യമുള്ള ഒരു നല്ല കുഞ്ഞ് ജനിക്കട്ടെ എന്ന് നമുക്ക് മനസ്സുരുകി പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക്